നമസ്കാരം. പ്രധാന വാർത്തകൾ. മണിക്കൂറിന് ശേഷവും തസ്മിത് കാണാമറയത്ത്. കന്യാകുമാരിയിലെ തിരച്ചിൽ വഴിമുട്ടി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നും കാണാതായ അസം സ്വദേശിനിയായ 13-കാരി തസ്മിതിനെ 26 മണിക്കൂറിന് ശേഷവും കണ്ടെത്താനായില്ല. കന്യാകുമാരി എക്സ്പ്രസിൽ കയറിയ തസ്മിത് പിന്നെ എങ്ങോട്ട് പോയെന്ന് വിവരമില്ല. കുട്ടി കന്യാകുമാരിയിലെത്തി എന്നതിന് സ്ഥിരീകരണമില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഓട്ടോ ഡ്രൈവറുടെ മൊഴി സ്ഥിരീകരിക്കാനായില്ലെന്ന് പോലീസ് അറിയിച്ചു. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനകത്തെ ദൃശ്യങ്ങളുടെ പരിശോധനയും വിഫലമായി. കുട്ടിയെ കണ്ടെത്താനായില്ല. സ്റ്റേഷന്റെ പോർട്ടിക്കോയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കുട്ടി എവിടെ എന്നതിൽ വ്യക്തമായ സൂചനകളില്ല. പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിലെ മറ്റു സ്റ്റേഷനുകളിലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. തമിഴക വെട്രി കഴകത്തിന്റെ ഔദ്യോഗിക പതാക നാളെ പുറത്തിറക്കും. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ ഔദ്യോഗിക പതാക നാളെ പുറത്തിറക്കും. ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ വിജയ് തന്നെ പതാക ഉയർത്തും. തമിഴ്നാടിന് പുറമെ കേരളം, പുതുച്ചേരി, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രതിനിധികളും പതാക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ പ്രധാന ഇടങ്ങളിലെല്ലാം കൊടിമരം സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. പതാകയും അനുബന്ധ പ്രചാരണ സാമഗ്രികളും മഞ്ഞ നിറത്തിലായിരിക്കുമെന്നാണ് സൂചന. പാർട്ടിയുടെ ഔദ്യോഗിക ഗാനവും നാളെ പുറത്തിറക്കും. പ്രശസ്ത സംഗീത സംവിധായകൻ S. തമനാണ് പതാക ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. വരികൾ എഴുതിയത് V. വിവേകാണ്. നെടുമങ്ങാട് വിനോദ് വധക്കേസ് 1-ാം പ്രതിക്ക് വധശിക്ഷ. നെടുമങ്ങാട് വിനോദ് വധക്കേസിൽ 1-ാം പ്രതിക്ക് വധശിക്ഷ. പരവൂർ സ്വദേശിയായ ഉണ്ണിയെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഉണ്ണി മുമ്പും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് സമൂഹത്തിന് ആപത്താണെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ മറ്റ് 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചു. ശരത് കുമാർ, രജിത് ബാബു, കണ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് വിധിച്ചത്. കേസിലെ 6 പ്രതികളിൽ 2 പ്രതികളെ വെറുതെ വിട്ടു. എത്ര പരാതി നൽകിയിട്ടും നടപടിയില്ല സാറേ. ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് 55-കാരി. പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യാ ഭീഷണി. പാലക്കാട് അഗളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണിയുമായി 55-കാരി. നെല്ലിപ്പതി സ്വദേശിനി ഖദീജയാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി പ്രധാന കവാടത്തിന് മുന്നിലിരുന്ന് ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വീടിന് മുകളിലേക്ക് ചാഞ്ഞിരിക്കുന്ന തെങ്ങ് മുറിച്ച് മാറ്റാത്തതിലാണ് ഖദീജ പ്രതിഷേധവുമായി എത്തിയത്. തന്റെ വീടിന് മുകളിലേക്ക് അപകടാവസ്ഥയിൽ അയൽവാസിയുടെ തെങ്ങ് ചാഞ്ഞു നിൽക്കുന്നുണ്ടെന്നാണ് ഖദീജ പറഞ്ഞത്. തെങ്ങ് മുറിച്ചു മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അയൽവാസിയായ രൂപേഷ് ഇതിന് തയ്യാറായിട്ടില്ല. തുടർന്ന് ഖദീജ പരാതിയുമായി പഞ്ചായത്തിലെത്തി. പഞ്ചായത്തിൽ നിരന്തരം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇതോടെയാണ് ഖദീജ പഞ്ചായത്തിന് മുന്നിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പട്ടാമ്പി സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പട്ടാമ്പി സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. കഴിഞ്ഞ ദിവസം പട്ടാമ്പി പാലത്തിൽ കൈവരി വയ്ക്കാനുള്ള യൂത്ത് കോൺഗ്രസ് നീക്കത്തിനെതിരെ നടന്ന പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. പ്രകടനമായി വന്ന പ്രവർത്തകരെ മേലെ പട്ടാമ്പിയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.